എന്നാലും വണ്ടി നല്ല സ്പീഡിനാണ് ഇവിടെ വന്ന് പതിച്ചതെന്നാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന കുറേ കല്ല് കൊണ്ട് കൂടിയിട്ടിട്ടുണ്ട്. പിന്നെ കുറേ ടയറുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ടയറിൻ്റെ അകത്ത് കൂത്താടിയും കൊതുവും പെരുകുന്നതല്ലാതെ നമുക്ക് നാട്ടുകാർക്ക് ഇതുകൊണ്ട് ഉപദ്രവമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. അപകടങ്ങൾക്ക് ഒരു കുറവുമില്ല. മുൻകരുതലുണ്ട്, പക്ഷെ അപകടങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് വിളിച്ചു പറയാനായിട്ട് ഒരു ഫോണിനും BSNL ഇല്ല, ഒരു ഫോണിനും നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല. നമസ്കാരം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് 11 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. മുണ്ടക്കയം എരുമേലി പാതയിൽ കണ്ണിമലയിൽ മടമ്പടി വളവിലാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടം നടന്നത്. ഈ വന്ന വാഹനം ക്രാഷ് ബാരിൽ തട്ടി നിന്നാൽ താഴേക്ക് പതിക്കാതെ കൂടുതൽ അപകടം ഒഴിവാകുകയായിരുന്നു. പതിവായി അപകടം നടക്കാറുള്ള സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സംഭവ സമയത്ത് ഓടിയെത്തിയ നാട്ടുകാരൻ നമുക്കൊപ്പം ചേരുകയാണ്. രാത്രി 3 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഞങ്ങൾ ഭയങ്കര സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങളിവിടെ ഓടിയെത്തുകയും ഞങ്ങളെ അയൽക്കത്തുള്ള എല്ലാവരും ഇവിടെ സംഭവം സ്ഥലത്ത് ഓടിയെത്ത്. ഞങ്ങൾ ഇവിടെ മോള് ഭാഗത്തായിട്ട് പോലീസ് വണ്ടി കൈകാണിച്ചാണ് വിടുന്നതെന്നാണ് പറയുന്നത്. എന്നാലും വണ്ടി നല്ല സ്പീഡിനാണ് ഇവിടെ വന്ന് പതിച്ചതെന്നാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഇത് സ്ഥിരം ഒരു അപകട സ്ഥലമാണ്. ഇത് എല്ലാ കൊല്ലവും 2-3 വണ്ടികൾ അപകടം ഉണ്ടാകാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന കുറേ കല്ല് കൊണ്ട് കൂടിയിട്ടിട്ടുണ്ട്. പിന്നെ കുറേ ടയറുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ടയറിൻ്റെ അകത്ത് കൂത്താടിയും കൊതുവും പെരുകുന്നതല്ലാതെ നമുക്ക് നാട്ടുകാർക്ക് ഇതുകൊണ്ട് ഉപദ്രവമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇതുവരെ എല്ലാ കൊല്ലവും ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയുള്ള താൽക്കാലിക കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ മറ്റൊരു ശാശ്വതമായ നടപടിയിലേക്ക് ഇതുവരെ വളവ് നിവർക്കണമെന്നാണ്. വളവ് നിവർത്തു കഴിഞ്ഞാലേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നുള്ള സ്വാമിമാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ നിന്നും ഒരു കുത്തിറക്കമാണ്. ആ കുത്തിറക്കം ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ വളവാണ്. ആ വളവ് തിരിയുമ്പോഴാണ് അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൊട്ടു താഴെയായി റബ്ബർ തോട്ടമാണ്. ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ക്രാഷ് ബാരിയർ ഇടിച്ചു നിന്നതിനാൽ വാഹനം താഴേക്ക് പതിക്കാതെ വലിയൊരു അപകടം തന്നെ ഒഴിവാകുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഇവിടെ പല വർഷങ്ങളിലായി അപകടം നടന്നിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ തീർത്ഥാടകയായ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ ഒരു അപകടം കൂടി നടന്നൊരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ അധികൃതർ വേണ്ടത്ര ഗൗരവം എടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപം ഉയരുന്നത്. പോലീസാണ് ഈ കല്ലും ടയറുകളുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ഈ ടയറിൽ തട്ടി നിന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രയ്ക്കും ഈ വളവ് നിവർക്കണമെന്നാണ് പറയുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി വളവ് നിവർക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് വിളിച്ചു പറയാനായിട്ട് ഒരു ഫോണിനും BSNL ഇല്ല, ഒരു ഫോണിനും നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല. കാര്യം തൊട്ടടുത്ത് ഇവിടെ BSNLൻ്റെ റവന്യൂ ടവർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഇവരെന്തോ പണി ചെയ്ത് ഒരു ശക്കലം അല്പം റേഞ്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എന്നാലും ഇവിടെ നിന്ന് വിളിക്കാനുള്ള ഒരു യാതൊരു സൗകര്യവും ഞങ്ങൾ വൈഫൈ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ഈ അടുത്ത പ്രദേശത്തുള്ള എല്ലാവരും വൈഫൈ ഉപയോഗിച്ചാണ് അത്യാവശ്യം വിളിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ തന്നെ ഞങ്ങൾക്ക് വിളിക്കാനുള്ള അതിനുള്ള സംവിധാനം പോലും നിലവിൽ ഉണ്ടായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇവർ പറഞ്ഞത്. ഈ പ്രദേശങ്ങളിൽ മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കും അനുഭവപ്പെട്ട കാര്യമാണ്. വലിയൊരു അപകടം ഉണ്ടായാൽ തന്നെ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ സൗകര്യം പോലും ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ്. തീർത്ഥാടന കാലത്താണ് പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ അപകടം നടക്കുന്നത്. ഇവിടെ അടിയന്തരമായി ഒരു മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. ഏതായാലും ഇന്ന് പുലർച്ചെ നടന്ന അപകടം, ആ അപകടത്തിൽ നിന്നും തീർത്ഥാടകർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ.
പറയാൻ. ഈ ക്രാഷ് ബാരിയർ ഇടിച്ചു നിന്നതിനാൽ കൂടുതൽ അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടന പാതയിൽ ഇതുപോലെ പലയിടങ്ങളിലും അപകടങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പാടാക്കി എന്ന് പൊതുമരാമത്തും ബന്ധപ്പെട്ട അധികൃതരൊക്കെ പറയുമെങ്കിലും പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ സ്ഥിരമായ സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ സ്ഥിരമായി ഏർപ്പെടുത്തിയിട്ടില്ല എന്നൊരു പരാതിയാണ് ഉയരുന്നത്. കന്നിമല പോലെ തന്നെ എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് പോകുന്ന പാതയിൽ കണമല അട്ടിവളവിൽ പതിവായി അപകടം നടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു വാഹനം തിട്ടയിലിടിച്ച് മറിയുകയും ചെയ്തിരുന്നു. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഏതായാലും ഈ അപകടങ്ങളൊക്കെ ഇത്തവണത്തെ തീർത്ഥാടന കാലത്ത് ഈ അപകടങ്ങളൊക്കെ ചെറിയ ചെറിയ അപകടങ്ങളാണ്. വലിയ ഒരു അപകടത്തിലേക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാത്തുള്ള അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്. അത് തന്നെ ഒരു എന്താ പറയുക, അത് തന്നെ ഒരു ഭാഗ്യമെന്ന് വേണം കരുതുവാൻ. ഇനിയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകൾ ബന്ധപ്പെട്ട അധികൃതർ പാലിക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർക്കും അയ്യപ്പഭക്തർക്കും എല്ലാം ഉള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം. പതിവായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പതിവായിട്ട് ഈ സീസണിലൊക്കെ കൂടുതലായിട്ടും അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞത് എല്ലാ വർഷവും ഇതിനകത്ത് പരിപാടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ടയർ അവിടെയൊക്കെ ആ ടയർ കല്ലെല്ലാം കൂട്ടി വെച്ച് കെട്ടി വെച്ചിരുന്നതാണ്. പക്ഷേ എങ്കിലും അപകടങ്ങൾക്ക് ഒരു കുറവുമില്ല. മുൻകരുതലുണ്ട്, പക്ഷേ അപകടങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. ഇറക്കവും അതികഠിനമായിട്ടുള്ള വളവല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഴ്സാണ് ഈ വന്ന് ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞിട്ട് അവിടെ തിരിയാതെ വന്നിട്ട് ഇതുകൊണ്ട് റബ്ബർത്തോട്ടത്തിനകത്ത് കയറി ഇടിച്ചവിടെ വന്നു. അതും ഒത്തിരി നിറച്ച് യാത്രക്കാരായിട്ടൊന്നൊരു വണ്ടിയാണ്. അതുപോലെ ലോറി ഇവിടുന്ന് കയറി പോയിട്ട് അവിടെ പോയിട്ട് പുറകോട്ട് വന്നിട്ട് ആ കടയുടെ മുമ്പിൽ പോയി മറിഞ്ഞ് അതും വലിയൊരു അപകടമായിരുന്നു. കുരുത്തതിന് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞതും വരാത്തതൊക്കെ ഒരിതായിരുന്നു.